എപ്പോഴും താഴെ ഇപ്പോൾ ഒരു സെക്ഷൻ എടുത്തു, ഇപ്പോൾ പ്രൊഫൈൽ തന്നെ അല്ലെങ്കിൽ ഒരു സെക്ഷൻ എടുത്തു, നമ്മൾ അൺടാങ്കിൾ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ഒരിക്കലും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോഴും താഴെ നിന്ന് ഓക്കെ, തൊട്ട് മുകളിലത്തെ സെക്ഷൻ അടുത്ത ഭാഗം ഉണ്ടോ, അങ്ങനെയാണ് ചെയ്തു പോകാം. സോ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അൺടാങ്കിൾ ആയി കിട്ടും. മനസ്സിലാവുന്നുണ്ട്? അല്ലാതെ നമ്മൾ എപ്പോഴും മുകളിൽ നിന്നാണ് തുടങ്ങുക അല്ലേ, അങ്ങനെ ചെയ്ത് തന്നെ ഒരിക്കലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇങ്ങനെ ഒരു ഭാഗം വന്ന ശേഷം നമ്മളിങ്ങനെ എത്ര ചെയ്താലും താഴത്ത് തോറും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുള്ളൂ. അപ്പോൾ എപ്പോഴും താഴെ നിന്ന് സ്റ്റാർട്ട്. ഇപ്പോൾ ഇവിടെ ഒത്തിരി ഇതായി നിൽക്കുകയാണ് കണ്ടോ, ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും. നോസിന് നേരെ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് ശരിക്കും ഇപ്പോഴും സെൻട്രൽ പ്രൊഫൈൽ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മുതൽ നമുക്ക് എന്ത് വേണം, നെയ്പ്പിൻ്റെ ബാക്ക് ഓഫ് നെയ്പ്പ് വരെ പെർഫെക്റ്റ് ആയിരിക്കണം എപ്പോഴും. ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് എപ്പോഴും കാണണം. ഒട്ടും ബെൻഡുകളില്ലാതെ എപ്പോഴും സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണണം. കണ്ടോ? ബാക്ക് സൈഡ് വരെ നമ്മൾ ഡമ്മിൽ ചെയ്യുമ്പോൾ എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാവില്ല, അതിൽ വീവിങ് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ലൈറ്റാണെന്ന് തോന്നുന്നു. ഒട്ടും ചെരുവുകൾ വരാൻ പാടില്ല. ഇപ്പോൾ ജസ്റ്റ് ഇവിടേക്കൊരു ലെവലിൽ നമ്മൾ ചെയ്യുന്നതിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് വോളിയം കൂടുതലാണ്, അത് അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വോളിയത്തിൽ ചേഞ്ചസ് ഉണ്ടാവും. അതൊരു ഒരു പ്രൊഫഷണൽ ഹെയർ സ്റ്റൈലിസ്റ്റിന് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. എന്താ നോർമൽ ആളുകൾക്ക് മനസ്സിലാവില്ല. നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ആരോടാ, പ്രൊഫഷണൽ ഹെയർ സ്റ്റൈലിസ്റ്റുകളോടാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ട് ആരാ കട്ട് ചെയ്തെന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മൾ എടുക്കുന്ന നെക്സ്റ്റ് സെക്ഷൻ്റെ പേരാണ് റേഡിയൽ സെക്ഷൻ, അല്ലെങ്കിൽ ഇയർ ടു ഇയർ സെക്ഷൻ എന്ന് പറയും നമ്മൾ. റേഡിയൽ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇതും സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കണം. അപ്പോൾ 2-3 ടൈപ്പിൽ നമുക്ക് എടുക്കും. ഇപ്പോൾ ഫ്രണ്ട് ഓഫ് ഇയർ എടുക്കാറുണ്ട്, ഇയർ ടു ഇയർ സെക്ഷൻ, ഫ്രണ്ട് ഓഫ് ഇയർ ടു ഇയർ. കണ്ടോ ലൈൻ എപ്പോഴും സ്ട്രെയിറ്റ് ആയില്ലേ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനല്ല, ഒരു ഹെയർ പോലും മാറി പോകാൻ പാടില്ല. ഫ്രണ്ട് ഓഫ് ഇയർ എടുക്കാറുണ്ട്, മിഡിൽ എടുക്കാറുണ്ട്, പിന്നെ ബാക്ക് ഓഫ് ഇയർ എടുക്കാറുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഫേസ് ഫ്രെയിം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഭാഗങ്ങൾ മെയിനായിട്ട് ഈ ഇയർ ടു ഇയർ. ഈ സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിൽ ഈ പറഞ്ഞ പോലെ മേക്ക് ഓവറുകൾ ഉണ്ടാവും. നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആൾ തന്നെ മാറിപ്പോകും. അപ്പോൾ എന്തുണ്ടാവും, നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ഒരാളുടെ ഫേസ് ഒത്തിരി ചെറിയ ഫേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചധികം ഹെയർ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒത്തിരി ചെറിയ മുഖമാണ്, അപ്പോൾ കുറച്ചധികം ഹെയർ അവിടെ കട്ട് ചെയ്തിട്ടാലാണ് ഫേസിനൊരു വലിപ്പം തോന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഫ്രണ്ട് ഓഫ് ഇയർ എടുത്തു കഴിഞ്ഞാൽ പറ്റുമോ, ഇല്ല. ഇപ്പം എന്തെടുക്കണം, ബാക്ക് ഓഫ് ഇയർ എടുക്കണം. അപ്പോൾ കുറച്ചധികം ഹെയർ നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അതേസമയത്ത് ഒരു ബൾക്കി ആയിട്ടുള്ള ഒത്തിരി ചീക്സൊക്കെ ഉള്ള ഹെയർ ആണെങ്കിൽ നമ്മൾ ബാക്ക് ഓഫ് ഇയർ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഒത്തിരി ഹെയർ വന്ന് ഫ്രണ്ടിൽ കിടക്കും. അപ്പോൾ ഫേസ് ഒന്നും കൂടി ഭയങ്കര വൈഡായിട്ട് തോന്നും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കയ്യിൽ വരുന്ന മിസ്സിങ് ആണ് അതൊക്കെ, നമ്മുടെ കയ്യിൽ വരുന്ന മിസ്റ്റേക്സ് ആണ് അതല്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് ഓഫ് ഇയർ എടുക്കുക. അപ്പോൾ ഇതിനൊക്കെ ഓരോരോ റീസൺസ് പറയുന്നത് ഇതുകൊണ്ടാണ്, എന്തിനാണ് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ എടുക്കുന്നത് എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് എടുക്കുന്നത് മിഡിൽ ഓഫ് ഇയർ എടുക്കാറുണ്ട്. അത് 2 തരത്തിലുണ്ട്. അതായത് നമുക്ക് കൺഫ്യൂഷൻ വരാണ്. ഇതിപ്പോൾ ഫ്രണ്ട് ഓഫ് ഇയർ എടുത്തു കഴിഞ്ഞാൽ കൂടിപ്പോവോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമുക്ക് സെൻറ്റർ ഓഫ് ഇയർ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫേസ് ഒത്തിരി വലിയ ഫേസാണ്, പക്ഷേ ഫ്രണ്ടിൽ പലപ്പോഴും ഒരു കഷണ്ടി പോലെ ആയിരിക്കും അല്ല, വോളിയം ഭയങ്കര കുറവായിരിക്കും. മിക്കവാറും ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ PCOD, തൈറോയ്ഡ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് ജെൻസിനൊക്കെ വരുന്ന പോലെ ഹെയർ ലോസ് ഉണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ ഈ റൂളിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് സെൻറ്റർ ഓഫ് ഇയർ എടുക്കണം. അല്ലെങ്കിൽ എക്സ്ട്രീം സ്റ്റേജിൽ അവർ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ഓഫ് ഇയർ എടുക്കാം. ഈ ബാക്ക് ഓഫ് ഇയർ എടുക്കുന്ന ഹെയർ ഒരിക്കലും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇത്രയും കവറിങ് വരില്ല, ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇത്രയും പോലെ എടുക്കുന്നതിൽ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം ബേസിക് കാര്യങ്ങൾ അറിയാതെ നമ്മൾ കട്ടിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. ഫ്രണ്ടിൽ 2 മുടി മാത്രം വെറുതെ എങ്ങനെ കിടക്കുമ്പോൾ എന്നതോ അത് ബോറായി പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തെടുക്കേണ്ടത്, എന്ത് സെക്ഷൻ, റേഡിയൽ സെക്ഷൻ. ഇനി ഈ ഓപ്പോസിറ്റ് സൈഡിൽ റേഡിയൽ എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ എങ്ങനെ വേണം, സ്ട്രെയിറ്റ് ലൈൻ. എങ്ങനെയാണോ നമ്മൾ അപ്പുറത്തെ സൈഡ് എടുത്തത് അതേപോലെ തന്നെ അത്രയും പെർഫെക്ഷൻ ഉണ്ടായിരിക്കണം ഇപ്പോഴത്തെ ആംഗിളിൽ എടുക്കുമ്പോഴും. ശ്രദ്ധിക്കുക, കണ്ടോ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല കണ്ടത്, ഇവിടെയും സ്ട്രെയിറ്റ് ലൈൻ. ഈ സെക്ഷൻ്റെ പേരാണ് ക്വാഡ്രൻറ്റ് ഓർ 4 സെക്ഷൻ നമ്മൾ പറയാറുണ്ട്. ക്വാഡ്രൻറ്റ് ആൻഡ് 4 സെക്ഷൻ. ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബേസിക് ഓഫ് ഹെയർ സെക്ഷനിങ്, പ്രൈമറി ഹെയർ സെക്ഷനിങ് എന്ന് പറഞ്ഞില്ലേ. എന്തൊക്കെയാണ്, പ്രൊഫൈൽ ആൻഡ് റേഡിയൽ സെക്ഷൻ. ഇതിന് ശേഷം ഈ ഹെയറിനെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായി
ക്ലിപ്പ് ചെയ്ത് വെക്കണം. നന്നായി ട്വിസ്റ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കണം. നീറ്റായിട്ട് എപ്പോഴും സെക്ഷൻ ചെയ്ത് വെക്കണം കട്ടിങ്ങിന് മുമ്പായിട്ട്. ഇയറിൻ്റെ ബാക്ക് ഓഫ് ഇയറിന് ബാക്ക് ഓഫ് ഇയർ മിഡിൽ ഫ്രണ്ട് ഓഫ് ഇയർ ഒരു കോംബോ വയ്ക്കുന്ന സമയത്ത് ഇവിടെ ബാക്ക് ഓഫ് ഇയർ നമ്മുടെ ബോണിനോട് ചേർത്ത് വയ്ക്കുന്നത്. ജസ്റ്റ് നന്നായി നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെച്ചു. കണ്ടോ, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അടുത്ത സെക്ഷൻ ഞാൻ ഇപ്പോൾ കോംബ് ചെയ്ത് കട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെക്ഷനിങ് പെർഫെക്റ്റ് അല്ലെങ്കിൽ എന്തുണ്ടോ കണ്ടോ, അത് ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻപെർഫെക്ഷനെ കാണിക്കണം. ക്ലയൻസിന് തന്നെ ഡൗട്ട് തോന്നും നമ്മൾ അത്രയും പ്രൊഫഷണൽ അല്ലേ എന്നുള്ളത്. ഓക്കെ, നന്നായി അൺടാങ്കിൾ ചെയ്ത് ഓരോ സെക്ഷൻ ചെയ്യുമ്പോൾ നന്നായി അൺടാങ്കിൾ ചെയ്ത് വെക്കണം. മനസ്സിലുണ്ടോ, നന്നായി കോംബ് ചെയ്ത് എങ്ങനെ ചെയ്യാറ് സെക്ഷനിങ്? അങ്ങനെയൊക്കെ വെക്കുന്ന ആൾക്കാരില്ലേ അല്ലേ? കൂടുതൽ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അല്ലേ? ഇനി ഇങ്ങനെയും ചെയ്യാം നമുക്ക്. ഇങ്ങനെ ടേൺ ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യും, പക്ഷെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം അല്ലേ അങ്ങനെ ശേഷം ഒരു ക്ലിപ്പ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മളെ മറ്റേ സെക്ഷൻ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെക്ഷൻ ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ പതുക്കെ ലൂസ് ചെയ്ത് കൊടുക്കുക. ഓൾമോസ്റ്റ് രണ്ടും ഏകദേശം ഈ എൻഡ് വരെ വരുന്ന സമയത്ത് ടേൺ ചെയ്തു. നല്ല ടൈറ്റ് ആവണം, സ്കാൽപ്പിനോട് ചേർത്ത് ടൈറ്റ് ആവണം. ദെൻ ലോക്ക് ചെയ്തു. ഓപ്പോസിറ്റ് വരണം. ഓപ്പോസിറ്റ് വന്നാലാണ് ഇത് ലോക്ക് ആവുള്ളൂ അല്ലേ? അതിനുശേഷം ടേൺ ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെച്ച ശേഷം ചെയ്യുന്ന സമയത്തിലാണ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിനെ സെക്ഷൻ ചെയ്ത് വെക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 4 സെക്ഷൻ, ദിസ് ഈസ് നോൺ ആസ് 4 സെക്ഷൻ, ക്ലാസിക് 4 സെക്ഷൻ, ക്വാഡ്രന്റ്, പല പേരുകളുണ്ട് ഇതിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക്. ഈ ഒരു സെക്ഷൻ കൂടെ നമുക്ക് എല്ലാ ടൈപ്പ് കട്ടുകളും ചെയ്യാം. ഫെദർ ആയിക്കോട്ടെ, സ്റ്റെപ്പ് ആയിക്കോട്ടെ, ലെയർ ആയിക്കോട്ടെ, റീസർ ആയിക്കോട്ടെ, ബ്ലണ്ട് ആയിക്കോട്ടെ, അസിമെട്രിക് ബ്ലണ്ട് ആയിക്കോട്ടെ, എല്ലാ കട്ടും ഇതിൽ ചെയ്യാം. പക്ഷേ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ആയ ശേഷം ഇന്ന് തന്നെ കട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. മനസ്സിലുണ്ടോ? പക്ഷെ ഇന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ കട്ട് ചെയ്യിപ്പിച്ചിരിക്കും. ഉണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് ഫ്രെയിമിങ് കട്ട്. ഞാനല്ല ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ ചെയ്യാൻ പോകുന്നത്. ഒരു കട്ട് പോലും ഞാൻ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ചെയ്യാൻ പോവാണ്. എന്തിന്? ഫോർവേഡ് ഗ്രാജുവേഷന് വേണ്ടിയിട്ടുള്ള സെക്ഷനിങ്. ഞാൻ ആദ്യം എന്ത് സെക്ഷനാണ് പറഞ്ഞത്? ഫസ്റ്റ് ഇയർ 2 ഇയർ സെക്ഷൻ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. ദെൻ എ ലൈൻ സെക്ഷൻ. എ ലൈൻ സെക്ഷൻ എടുക്കേണ്ടത് നമ്മൾ ബാക്ക് ഓഫ് ക്രൗൺ സെക്ഷൻ എന്ന് പറയും. അതായത് ഏകദേശം നമ്മുടെ ചുവയോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഒരു വൈഡായിട്ട് സെക്ഷൻ എടുക്കാം. ഓൾമോസ്റ്റ് ചെവിയുടെ ബാക്ക് സൈഡ് വരെ കണ്ടോ എ ലൈൻ സെക്ഷൻ. നോർമൽ അതൊരു എ ഷേപ്പിലാണ്, അതുകൊണ്ടാണ് നമ്മൾ എ ലൈൻ സെക്ഷൻ എന്ന് പറയുന്നത്. സെയിം എങ്ങനെയാണോ എടുത്തത് അതേ പോയിന്റിൽ നിന്ന് തന്നെ ഈ സെക്ഷനിലേക്ക് വൈഡായി കൊണ്ടുവന്ന് കൊണ്ടുവന്നു കണ്ടോ. ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് എന്താ തോന്നണേ? ഒരു എ ഷേപ്പ്. മനസ്സിലായോ? കാണാല്ലേ? ഇതിന് ശേഷം ഈ സെക്ഷൻ എന്ത് ചെയ്യണം, നമ്മൾ ഇതേപോലെ തന്നെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. ഓരോ സെക്ഷനും നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്ലിപ്പ് ചെയ്ത് വയ്ക്കണം. ഓക്കെ, ഇനി മിഡിൽ സെക്ഷൻ. ഓട്ടോമാറ്റിക്കലി മിഡിൽ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യും അല്ലേ? ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. കോമ്പില്ലേ കയ്യിൽ? തേൽ കോമ്പ്. അപ്പോൾ കട്ടിങ് കോമ്പ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതേ സമയത്ത് ഓരോ സെക്ഷൻ ചെയ്യാനായിട്ട് വൈറ്റ് ടൂത്ത് കോമ്പ് യൂസ് ചെയ്യണം, അത് മാറ്റി വയ്ക്കണം. പിന്നെ ഫൈൻ ടൂത്ത് കോമ്പ് എടുക്കണം അല്ലേ? വേണ്ടേ? അപ്പോൾ അതിന് പകരമാണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഒറ്റ കോമ്പുണ്ടെങ്കിൽ, തേൽ കോമ്പുണ്ടെങ്കിൽ ഈ എല്ലാ പർപ്പസും നമ്മുടെ ഇതേ ടൈം അറ്റ് എ ടൈം എല്ലാ സെക്ഷനും എടുക്കും. പെയിൻ ഉണ്ടാവുമെങ്കിൽ നോക്കണം. ഇതാണ് കട്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് പെർഫെക്റ്റ് ആവാതെ നിങ്ങൾ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് കട്ടിങ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതേ രീതിയിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് പോയി കുറേ കാലം ഇനി പോകാൻ പറ്റില്ല. മനസ്സിലാവണ്ട? എല്ലാവരും നന്നായി പഠിച്ചിട്ട്, എല്ലാവരും ബേസിക്കായിട്ട് നന്നായി പഠിച്ചിട്ട് വരണം. അതുകൊണ്ട് അവരൊപ്പം നമുക്ക് എത്തിയേ പറ്റുള്ളൂ.
ക്ലിപ്പ് ചെയ്ത് വെച്ചു അല്ലേ. ക്ലിപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും സ്കാൽപ്പിനോട് ചേർത്ത് വേണം ക്ലിപ്പ് ചെയ്ത് വെക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഇവിടെ മാത്രം ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടോ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. സ്കാൽപ്പിനോട് ചേർത്തുള്ള ഹെയറിൽ വെച്ച് വേണം ക്ലിപ്പ് ചെയ്യാൻ. കണ്ടോ മൂവ് ചെയ്യാനായിട്ട് പാടില്ല. പക്ഷേ ഇവിടെ ഒരു മൂവിങ് കൂടുതലാണ്. അത് ഒറ്റയും കൂടി ടൈറ്റ് ആയി നന്നായിട്ട് ടൈറ്റ് ചെയ്താണ് ക്ലിപ്പ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനിയാണ് കട്ടിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.